ഈ നമുക്ക് നെഗറ്റീവ് എനർജിയെ പറ്റി സംസാരിച്ചാലോ? ഉദാഹരണം പറഞ്ഞു. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്രേതം, ഭൂതം, നെഗറ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസം കാണത്തില്ല, പക്ഷെ നമുക്കിങ്ങനെ ഒരു അനുഭവപ്പെടും, പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഈ സാധനത്തിനെ കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ തലവേദന രാത്രി എന്റെ വീട്ടിൽ കൊണ്ട് ഇറങ്ങിയിട്ടില്ല. അത് പ്രേതത്തിനല്ല പേടി, എനിക്ക് ഇരുട്ടായിരുന്നു പേടി. രാത്രി പേടിയല്ല, ഞാൻ ബാക്കിൽ പ്രേതത്തിന് പേടിയൊന്നുമില്ല. അല്ല എനിക്ക് ഉത്തരവുള്ളോട്ട് കുഴപ്പമില്ല. അല്ല ഞാൻ പറഞ്ഞു എന്റെ എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ നമ്മള് കൊറേ സിനിമയൊക്കെ കാണുമല്ലേ, അപ്പൊ ആ സിനിമയെ വിശ്വസിച്ച് നമുക്ക് ഓർമ്മ വരും, ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം ഒരു വാഴ അനങ്ങിയാലും നമുക്ക് അതിനായിട്ടാണ്, അപ്പം അതാണെന്ന് തോന്നും. നമ്മളെ ബ്രെയിനിന്റെ കുഴപ്പമാണ്. എനിക്ക് പണ്ട് ഇത്രയും പേടിയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഭയങ്കര പേടി. ഒറ്റയ്ക്ക് എണ്ണം കൂടുമ്പോ പേടി വരും. അല്ല അങ്ങനെയല്ല, എനിക്ക് മനുഷ്യരെ പേടിയില്ല, പക്ഷെ എന്തോ എന്റെ കൂടെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ. നമ്മൾ ഈ രാത്രി ഒറ്റയ്ക്ക് വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഫീൽ തോന്നൂലേ? രാത്രി ഒറ്റയ്ക്ക് എവിടെ പോയി? അല്ല നിങ്ങളെ പിന്നെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് അത് തന്നെ, ഞാൻ വണ്ടിയിൽ 8 മണിക്ക് 9 മണിക്കൊക്കെ വീട്ടിൽ എത്തൂലേ? ഞാൻ ഒറ്റയ്ക്കല്ലേ വേണം നിങ്ങള് വീട്ടിൽ. 8 മണി 9 മണിയല്ല, 1 മണിക്ക് ശേഷം രാത്രി. നീ പറ. അത് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോ ചിന്തിക്കും ഒരുപാട്. ഇരിക്കുമ്പോ കണ്ണാടി കൂടെ നോക്കും. ഞാൻ തിരിവെന്ന് വെച്ചാൽ ആ സമയത്ത് കണ്ണാടി താത്തിക്കും. രാത്രി എന്ന് പറയുമ്പോ എന്റെ കൂട്ടുകാരുണ്ട്, നമ്മള് ഈ രാത്രി ഈ പരിപാടി കഴിഞ്ഞിട്ട് ഒരു 9-10 മണിയാകുമ്പോഴാണ് ഞാൻ വെളിയിൽ പോകണം. എന്നിട്ട് ഇവന്മാരെ കൊണ്ടാക്കിയിട്ട് ലാസ്റ്റ് വീട്ടിൽ കൊണ്ടാക്കുന്നത് ഞാനാണ്. അപ്പൊ ഒരു 2-3 മണി ആ ടൈമിലായിരിക്കും വരുന്നത്. അപ്പൊ ആ ടൈമില് ആ ഏരിയയിൽ ഒറ്റ ലൈറ്റ് കാണില്ല, ഇങ്ങനെ ആ ഏരിയയിലൊക്കെ ഫുൾ ഇരുട്ടാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാട്ട് പാടും. പാട്ട് പാടുമ്പോഴത്തേക്ക് ഞാൻ ഒരു പേടിയാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കും, എന്തൊക്കെയുണ്ട് ഞാൻ ചുമ്മാ ഫോൺ ആരും വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലും ചുമ്മാ ഫോൺ എടുത്ത് വെച്ചിട്ട് സംസാരിക്കുന്ന പറയും. എന്ത് ഹലോ ഹലോ എന്ന് വെച്ച് അപ്പൊ നമ്മളെ ചിന്ത മൊത്തം അതിനകത്തോട്ട് വരും. ചില സമയത്ത് ഒരു കുളിരങ്ങ് അടി, ഇവിടെ ഒരു കുളിരങ്ങ് കയറും. അപ്പോഴത്തേക്ക് ഞാൻ പാട്ട് പാടാം. അല്ല നമ്മളൊറ്റയ്ക്ക് അല്ല ആ പാട്ടെന്ന് പറയുന്നത് പ്രേതം പോലും കേട്ടാ പിന്നെ എല്ലാ പ്രേതത്തിന്റെ കൂടെ എഴുതി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അനുഭവം ബാംഗ്ലൂരിൽ നിന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂർ പോയ ടൈമിൽ നമ്മള് പുറത്തായിരുന്നു റൂം എടുത്തത്, 4 ഫ്രണ്ട്സ്. നമ്മള് ഓജോ ബോർഡ് കളിച്ച ആ ടൈമിൽ. ഓജോ ബോർഡ് കളിക്കുന്ന രാത്രി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇവന്മാര് പ്രയത്തിനല്ല, രാത്രി ഒരു ആംബിയൻസ്. ഓജോ ബോർഡ് കളിച്ച് വെച്ച് ഇവന്മാര് ഏതോ ഒരു പെണ്ണ് പ്രേതം വന്ന് അങ്ങനെ 100 കോടി കയറിയ പ്രേതം. നിങ്ങളേതായിരുന്നു അതിന്റെ അത് മെഴുകുതിരിയായിട്ട്? നിങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല? എനിക്ക് അനുഭവപ്പെട്ടില്ല, പക്ഷെ അമ്മ അർജുന അറിഞ്ഞൂടാ അവിടെയുള്ള അമ്മ. ഞാൻ ഒരു സമയത്ത് ഇടയ്ക്ക് രാത്രി അവന്റെ വീട്ടിലാണ് വൈഫൈ ഉള്ളത്, അതുകൊണ്ട് നമ്മളെല്ലാരും പോയിരിക്കുന്നത് അവന്റെ വീട്ടിലായിരുന്നു. എന്നാ ആ സമയത്ത് ഒരു ദിവസം എവന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് സാധനം മേടിക്കാനായിട്ട് എന്നെ അർജുനയുടെ പറഞ്ഞു വിടും. ഒരു ദിവസം ഞാൻ ചെന്നപ്പോ എവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ അവരെ ഗേറ്റും ഇതുമായിട്ട് ഇത്തിരി ഡിസ്റ്റൻസ് ഉണ്ട്, വീടുമായിട്ട് മതിലും നല്ല ദൂരമുണ്ട്. ഞാൻ അന്നൊരു വെള്ള ഷർട്ടും ഒരു കറുത്ത പാൻറ്റും ഇട്ടിട്ടാണ് അവിടെ പോയത്. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ കുറെ നേരം അർജുനോട് സംസാരിച്ചിട്ട് അത് തിരിച്ചു പോയിട്ട് പിറ്റേ ദിവസം ഒരു അമ്മ വന്നിട്ട് പറയുന്നു, മോനെ നീ പോയതിനു ശേഷം നീ കുറെ നേരം ഗേറ്റിനെടുക്കാൻ നിന്നു, വിളിച്ചിട്ട് കയറി വന്നില്ലെന്ന്. അവര് പറയുന്നത് അത് പ്രേതം വരുന്നു. എനിക്കറിയാൻ വയ്യ. അല്ല ഇത് നമ്മളെ കൂട്ടുകാരന്മാർക്ക് കുറച്ച് ഇതിനൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉള്ളപ്പോ തന്നെ രാത്രി കഥ പറഞ്ഞു. പക്ഷെ അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുന്നില്ല. മൈൻഡിന്റെ തോന്നലാണ്. നമുക്ക് തോന്നും രാത്രി ടൈം ചിലപ്പം നമുക്ക് കണ്ടണക്കും തോന്നും. മെന്റലിസം ഒക്കെ ചെയ്യുന്ന പരിപാടി അത് പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മള് മുമ്പ് കണ്ട ഒരു സാധനം മനസ്സിൽ പറഞ്ഞിട്ട് അതുമായിട്ട് നമ്മളെ ബ്രെയിൻ കണക്ട് ചെയ്തെടുക്കും. പേടിയല്ലേ ഇവിടെ ബാക്കി ഇരുന്നപ്പോ പേടിയില്ല. എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. ഇങ്ങനെ കാണിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കര ചിരി വരുന്നു. ചിരി
രാത്രി 12-1 മണി ആയിട്ടാണ് തോന്നുന്നു. ഇവള് കിടന്ന് ഇന്നത്തെ പരിപാടിയൊക്കെ തീർക്കുക മതി. പേടിച്ചില്ലേ? ഇത്രയും പേടിച്ചതൊക്കെ മതി. അപ്പൊ നമുക്ക് എപ്പിസോഡ് തുടങ്ങണ്ടേ? നമുക്ക് ഗെയിമിലോട്ട് പോവാം. ഹലോ ഗൈസ്, ഇപ്പൊ തിരിച്ച് നമുക്ക് കപ്പിത്താൻ ഗെയിം തുടങ്ങിയാലോ? ഈ ഗെയിമിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നീ പറ, എന്നാലും നമുക്ക് അറിയാമോ? ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? കുന്തം ഇതോ ആരോ റോക്കറ്റ് സൈഡിൽ നിന്ന് ഒരാൾ ഇതെന്ന് വെച്ചാൽ ഒരു പ്രത്യേകതര ഗെയിമാണ്. അതുകൊണ്ട് ഈ കുറെ ഈ മുന കൂർത്ത സാധനം കണ്ടാ ഇംഗ്ലീഷ് പടത്തിലൊക്കെ ഇങ്ങനെ കുത്തിരി പാമ്പരിക്കുന്ന എറിഞ്ഞു കളിക്കുന്നുണ്ടല്ലോ, അത് കണക്കേണ്ട കുറെ ബലൂൺ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ എറിഞ്ഞു പൊട്ടിക്കണം. ഒരു മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബലൂൺ പൊട്ടിക്കുന്ന ആരോടും അവരാണ് വിജയി. ഒരു സമയം ഒരെണ്ണല്ലേ അറിയാൻ പറ്റുമോ? ഈ ബലൂൺ ഇങ്ങനെ പോയിട്ടെ ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിയാലേ അത് അയാളെ കഴിവല്ലേ? അപ്പൊ അതിന് അംഗീകരിക്കണ്ടേ? ഈ ഗെയിമിൽ ഒരൊറ്റ റൂളേ ഉള്ളു, നേരെ എറിയുക, ബലൂൺ പൊട്ടിക്കുക. അല്ലെ ഈ റോക്കറ്റ് റോക്കറ്റ് നമ്മളെ പറയാൻ പറ്റൂലോ. ഇല്ല, നിയമം നിയമം വെച്ചിരിക്കുന്ന കാണാം. അപ്പൊ മനസ്സിലായില്ല കളി. ആദ്യം ആര് പോണു? അത് ആർക്ക് വേണോ പോവാം, നീ പറ. ഓക്കെ, സെക്കൻഡ് ഞാൻ. തേർഡ് എവിടെ ഫോർത്ത് എവിടെ ഞാൻ ഫോർത്ത്. സെക്കൻഡ് ആണെന്ന് 3rd നീ, 4th ഇവള്, 5th ഞാൻ. ബാഹുബലിയെ മനസ്സിൽ വിചാരിച്ചു. 3, 2, 1 പറയടേ. 3, 2, 1 start. What a good shot. ഇന്ത്യ ഉണ്ടായ ഏറ്റവും വലിയ വിടൽ. ബാഹുബലിക്ക് ശേഷം പിന്നെ ആര്? സെലക്ട് ബലി. ഭിത്തിയിൽ കുത്തി. അത് പോയി. ദേവസേന വേണോ? ഒരു ചായോ? ശിവഗിരി ഉത്സവം തന്റെ കഴിവുകൾ തെളിയിച്ച ഏക വ്യക്തി. ഇതൊക്കെ എന്ത് ശിവഗിരിയിൽ ശിവഗിരി അങ്ങനെ സെലക്ഷൻ 9 ബലൂൺ എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. അടുത്തതായി ആര്? ഞാൻ തന്നെ. Ready? 1, 2, 3, start. അയ്യോ, കണ്ടു ചേർന്ന്. ചില പവനെ കൊള്ളല്ലേ? അനന്താ കമോൺ, ചില പവനെ കൊള്ളല്ലേ? അനന്താ കമോൺ, ചില പവനെ കൊള്ളല്ലേ? കമോൺ കമോൺ. ആ തിരിച്ചു വെച്ച കറിഞ്ഞതാ. കണ്ട ഓരോന്നിനും ഓരോ. അയ്യോ, ഓ നീയാണ് വാങ്ങണ്ടേ? കിടില്ല. ഒന്നുകൂടെ പറഞ്ഞു. ഓ, അനന്തനാണ് വിഷയം. ഒന്നുകൂടെ പറഞ്ഞു വാങ്ങണ്ടേ? അനന്ത വിഷയം. അനന്ത കിടിലം. അനന്ത പോണു. അനന്ത പിന്നെ അനന്ത കിടിലം. ചിരിക്കട്ടെ ചിരിക്കട്ടെ എന്ന് പറഞ്ഞ് 2 എണ്ണം മിസ് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കിടില്ല അവന്. 9 നോക്കണേ ഭഗവാനെ, മുടിക്കോണേ. അദ്ദേഹം റെഡി അല്ലേ? റെഡി 3, 2, 1 എറിഞ്ഞോ? പറ വീണ്ടും കാലി കാലി പറയടി പറയടി. സൂപ്പർ. പറയടി അങ്ങനെ എറിയട്ട് കയ്യെങ്കിലും ആവട്ടെ. അത് കൂട്ടൂല. നേരത്തെ ഞാൻ ചോദിച്ചപ്പോ നീ ഇല്ലെന്നാണ് പറഞ്ഞത്.
അതെന്താണ് അടിപൊളി. നേരത്തെ ഞാൻ ചോദിച്ചപ്പോ നീ ഇല്ലെന്ന് പറഞ്ഞു. ടൈയല്ല അങ്ങേരായി പോയി. ഇല്ലല്ല ഇനി ഒന്നുകൂടെ പൊട്ടിക്കണോ? ആറുമാളിയാ നീ 46 സെക്കൻഡിൽ 12 ബലൂൺ എറിഞ്ഞിട്ടു. അരന്തരും സെലക്ഷണരും തമ്മിലുള്ള സംഭവം പോയി. എന്തൊരു സംഭവം. അങ്ങനെയല്ല, നിങ്ങൾ തമ്മിൽ ടൈ ആയിരുന്നില്ലേ? അത് പോയി. ഇനി അടുത്തൊരു സംഭവം വന്നു. 46 സെക്കൻഡിനുള്ളിൽ 45 സെക്കൻഡ് ആക്കണം. 46 സെക്കൻഡിനുള്ളിൽ അതല്ലേ 45 അല്ല, ഒരു മിനിറ്റിനുള്ളിൽ കൂടുതൽ അല്ല. അല്ലടാ, ഇനി കാറ്റഗറി മാറി. ഓ ഇത് 45 സെക്കൻഡ് തീർക്കുന്നവരാണ് അതെ അതെ അതെ. അടുത്ത ഇനി ആരാ? നീയാണ്. പോ ഇറങ്ങി പോ. റെഡിയാണ്? 45 സെക്കൻഡ് അതാണ് നമ്മുടെ ടാർഗറ്റ്. റെഡി 3 2 1 ഡെഡ്. പെട്ടെന്ന് എറി, പെട്ടെന്ന് തീർക്കാൻ വേണ്ടി എറി. സാധനം തോന്നിയിരിക്കില്ലേ, പെട്ടെന്ന് എറി. ഒരു 5-6 എടുത്താൽ കയറി ആരും കൊള്ളും. ഇടത്തേക്ക് ആ ഇരുമ്പ് പിടിച്ചെറിയടി. അങ്ങനെ എറി. സമയമുണ്ട് വാങ്ങണ്ടേ, പെട്ടെന്ന് എറി. സമയം തീരാറായി. 45 സെക്കൻഡ് കയ്യാറായി. എന്റെ അമ്മേ, ഒരു 7 എണ്ണം എടുത്ത് ഒന്നിച്ചെറി. ഇപ്പുറത്തുള്ള ഒരുപാടുള്ള എറിയടി. വെയിറ്റ് ചെയ്തെറി, നോക്കി. അതാ 10 ജയിക്കാൻ വേണ്ടി. അതല്ലേ ഇപ്പുറത്ത് വരത്തേക്ക് ചെറി. എവരാണ് ഒരു ബുദ്ധിയാ, രണ്ടും കൊള്ളൂല. ഇതെന്തിനാണ് 5-6 എടുത്താ കയറി. അത് കടന്നു കേട്ടാ. അത് ഇവരുടെ വായിക്കാത്ത എറിഞ്ഞ കാര്യം. സൂചി കൊണ്ട് വരും പറത്തി കളഞ്ഞു. 3 4 5 6 എണ്ണം പൊട്ടിച്ചില്ല. അടുത്താരാണ്? ഏക ഒരാൾ. 40 സെക്കൻഡ്. പുള്ളിക്കാരൻ പണ്ടത്തെ ഭീഷ്മാചാര്യന്റെ മോനാണ്. മോനാ പണ്ടത്തെ റെഡിയാണോ? റെഡി 3 2 1 എറിഞ്ഞോ. റെഡ് ലൈൻ. ഇവ ആരടാ? എന്തൊരു ഉന്നോടാ നിനക്ക്. ഇനി അടിപൊളി. ആരോഗ്യം ഇല്ലാത്തവര് പെരുമണി കൊണ്ട് സാധനം തിരിച്ചെടുത്തടാ. ദേഷ്യായി, വാശിയായി. അവിടെ നിന്ന് നിർത്തി ഉന്നപ്പിടി. എനിക്ക് ഉന്നമില്ലാത്തവരാണ് ഞാൻ. കൊള്ളിക്കുന്നത് ഇതാണ് ആദ്യമായിട്ട് അതിന് കിടന്ന സാധനം. ഇതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പൊട്ടിയാരാ. അപ്പോ ഈ കപ്പിത്ത ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നീ ജയിച്ചോണ്ട് നിനക്ക് നല്ല രസമുണ്ടല്ലോ. എനിക്ക് വലിയ വണ്ണൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ ഭയങ്കര ലോകത്ത് ആദ്യമായിട്ട് ഇത്രയും മുനയുള്ള സാധനം ബലൂണി കൊണ്ടിട്ട് തിരിച്ചൊന്നിരിക്കുന്നു. അപ്പോ ഈ കളിയിൽ അതിസാഹസികമായി അദ്വൈത രാജിച്ചിരിക്കുന്നു. ചലഞ്ച് ഗെയിം നിങ്ങൾ തന്നെ വെക്കുകയായിരിക്കും അല്ലേ? അങ്ങനെയാണല്ലോ നിയമം. അതെ അതെ. അപ്പോ എന്റെ ചലഞ്ച് ഗെയിം, ഇത് ഗെയിം എന്ന് പറയുന്ന ഒരു ടഫ് ഗെയിമാണ്. നമുക്ക് നമ്മുടെ ബുദ്ധി മാത്രം പോരെ കളിക്കാം, ഭാഗ്യം കൂടാം. അപ്പൊ ഈ ഗെയിം കളിക്കാൻ 2 ടീമായിട്ട് ഞാൻ പിരിക്കും. ആർക്കാണ് ടീം ഇഷ്ടം, ആർക്ക് ടീം ആവണം? എന്നാലും അത് പറഞ്ഞുതരാം. അമ്മ 2 ടീമല്ലേ? നിങ്ങൾ 2 ടീം. ഓക്കെ, നിങ്ങൾ 2 ടീം ആവണ്ട. അപ്പൊ ഈ ഗെയിം എന്ന് പറയുന്നത് കുറെ കപ്പും കുറെ കളർ ഇരിക്കുന്നുണ്ടല്ലേ.
നമ്മൾ ഇതിന്റെ അകത്ത് ഇതിന്ന് കുറച്ച് കളർ സാധനങ്ങളില്ലേ, ഇതിങ്ങനെ ഓരോ കപ്പിന്റെ അകത്ത് കാണും. ചിലതിന്റെ അകത്തൊന്നും കാണത്തുമില്ല. അപ്പൊ നമ്മൾ ഒരു ടൈമിൽ രണ്ടുപേരായിരിക്കും കളിക്കുന്നത്. അവിടെ നിന്ന് രണ്ടുപേര് വന്നിട്ട് പ്രൊഡിക്ട് ചെയ്ത് ഈ സാധനം വെക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഇത് രണ്ട് സെയിം ആണെങ്കിൽ സെയിം അല്ലെങ്കിൽ വീണ്ടും ഒന്നര കളിക്കണം. ഞാൻ ഉദ്ദേശിച്ചതല്ലേ, ഇതിപ്പോ ഇവിടെയാണ് കൊണ്ടുവച്ചെങ്കിൽ സെയിം അല്ല. അപ്പൊ തിരിച്ച് അതേടെ കൊണ്ടുവയ്ക്കണം. എനിക്ക് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചൂടെ അടുത്തത്? വയ്ക്കാം. അത് തിങ്ക് ചെയ്ത് വെക്കണം. ഓ ശരി, അത്ര നേരം ഓർത്ത് വെക്കണല്ലേ? 3 സെക്കൻഡ് ഓർമ്മയാണ് ഇതിന്റെ മെയിൻ. ഒരു സെക്കൻഡ് സെയിം ആവുമെങ്കിൽ അവിടെ തന്നെ വെച്ചേക്കണം. സെയിം ആവുമെങ്കിൽ അവിടെ വെക്കണം. എന്നിട്ട് അടുത്ത കളിക്കാം. ഓക്കെ. ഈ വെച്ചിട്ട് ഗ്ലാസ് ഞാൻ സംശയം വെച്ചോട്ടെ, ഇപ്പൊ ഒന്നും ഇല്ലാത്തതാണ് കൊണ്ടുവയ്ക്കുന്നെങ്കിൽ തിരിച്ചതേടെ കൊണ്ടുവയ്ക്കണം. തിരിച്ചതിനെ കൊണ്ടുവച്ചിട്ട് വീണ്ടും വേറെ എടുക്കാവോ? അതേ മറ്റേ ആള് കളിക്കണം. അടുത്ത ആള് നെക്സ്റ്റ് ആള്. രണ്ട് നേരാണ് ഒരു സമയം കളിക്കുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ. ഞാൻ എപ്പോഴും പറയാം, ഇവിടെ എല്ലാം മനസ്സിലായ ഒരാളുണ്ട്. അത് ഞാൻ കാര്യമാക്കുന്നില്ല. അപ്പൊ കളിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ആര് വരുന്നു? അനന്തനും ഗായത്രിയും പോട്ടെ. എങ്കിൽ നിങ്ങൾ വരുമ്പോ എനിക്കത് മനസ്സിലായല്ലേ, അങ്ങനെ പറഞ്ഞാലും നടക്കുമെന്ന്. അപ്പൊ കളി തുടങ്ങാം. അപ്പൊ എബിനണ്ണനും സെലക്ഷനും നിൽക്കുന്നത്. ഇതില് ഫസ്റ്റ് കളിക്കാൻ പോണത് എബിനണ്ണൻ. ഒറ്റ നീക്കത്തന്നെ എല്ലാം വെച്ചു. കാണാ ഇങ്ങനെ. കളിച്ചോ. അതെ 3-3 ആയിരിക്കുകയാണ്. എന്താവും? എവിടെയാവും? ഇതെങ്ങനെ അത് എബിനണ്ണന്റെ ഒരു തന്ത്രമാണോ? എബിനണ്ണ എബിനണ്ണ തിരിച്ചു വരവ്. തിരിച്ചു വരികയാണ്. മൂന്നായിരിക്കുന്നത് നല്ലായിരിക്കും. എത്രയൊക്കെ മുന്നേറിയാലും കള്ളർക്കാര്യത്തിൽ എബിനണ്ണനെ തോപ്പിക്കാൻ പറ്റില്ലെന്ന് എബിനണ്ണൻ വീണ്ടും തെളിച്ചിരിക്കുന്നു. എബിനണ്ണൻ അടുത്തതായി അനന്തനും ഗായത്രിയും. തുടങ്ങിക്കോ. ആര് തുടങ്ങണം? നീ തുടങ്ങിക്കോ. തുടങ്ങിക്കോ. ഞാനാ? വിധീത് വല്ലാത്ത ചതീത്. Come on, Gayatri. അമ്മേനെ കണ്ടില്ല. ഇതവള് കണ്ട് അത് നീരാടാനല്ലോ. അമ്മയ്ക്ക് എടുത്തിട്ട് പോണ്ട്. ഇതിന് വെറുതെ അനന്ത കമോൺ. അത് നീലയടാ. അനന്ത തിരിച്ചു വരുമോ? ആനന്ദം വന്നില്ല. ഗുണഗുണ വെച്ചായിരുന്നു. അനന്ത തിരിച്ചു വരൂ. രണ്ടെണ്ണം നീയാണ് ഇങ്ങനെ കളിക്കണ്ടോ? കൊണ്ട് നീല വെച്ചെടുക്കും. മഞ്ഞട്ടി അനന്ത സമനിലായിരിക്കുകയാണ്. അതെ, അനന്ത തിരിച്ചു വന്നിരിക്കുന്നു. ഗായത്രി ഇപ്പോൾ സമനിലായിരിക്കുന്നു. അത് കറക്റ്റ്. അതിന്റെ സാധനം അങ്ങനെ വാശി കയറിയ മത്സരത്തിൽ അനന്തം തോറ്റുപോയി. അപ്പൊ അടുത്ത ഫൈനൽ ആരൊക്കെയാണ്? ഗായത്രി എബിനും. ഓക്കെ, കളി കളി. ഇനി ആറാ അതന്നെ കളി.
അവർക്ക് പക്ഷെ കണ്ണാണ്. എന്തിനാ അൾട്രാ വയലറ്റ് കണ്ണ? ഇത് നീ അവർക്ക് കണ്ടുകൂടെ? പിന്നെ ബോബി പിന്നെ അത് തന്നെ. എന്റെ ഇഷ്ടം. അങ്ങനെ നോക്കുമ്പോ വേറെ ബോബി. ഇത് ഏത് കളറായിരുന്നു? Come on, Miss Nora, you can make it. നീൻ തന്നെ കോപ്പറേറ്റ് ഉണ്ടോ ചോദിച്ചിട്ട് പാട്. ഓ അവള് സ്കോർ ചെയ്തു. ഉപയോഗം ഉണ്ടാവത്തില്ല. എടാ ഒന്നും വരെ വെക്കാതെ ഗായത്രി അടി പടതിക്കൊണ്ട് എബിലെ സ്റ്റോറാ പാകിസ്ഥാൻ മെമ്മോറിയൽ. ഈ കളി അത് എന്ത് മണ്ണ കുത്തിയാടി നീ. നീ ഇപ്പൊ എടുത്ത കപ്പ് കൊണ്ട് മേടിച്ചോ? ഞാനല്ലേ? അത് പിങ്ക്. ഓ ഓ അവിടെ സ്കോർ ചെയ്തു. അത് പിങ്ക്. ഓ ഏടാ ആ നീ നേരത്തെ വെറുതെ എടുത്ത് വെച്ചാ തിരിച്ച്. എന്തിനാ എനിക്ക് തലക്ക് പോകണം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ. ഇല്ലടാ അവൻ നേരത്തെ ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് ആ കപ്പ് ഇവിടെ വെച്ച് വന്ന മേശപ്പുറത്ത് ചെയ്തില്ലടാ പിന്നെ നീ. അതെ അതെ വാശി വാശി. പിന്തുണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. പാകിസ്ഥാൻ മെമ്മോറിയൽ. കഴിഞ്ഞ് എവിടെ പോണ്? നേരത്തെ കളി കളിയുണ്ടല്ലേ? അതെ എടുത്തോടാ ജോബിലേക്ക് വൈകി. അതല്ല. ഗായത്രി ആദ്യമായി ഭാഗ്യപരമായിട്ടുള്ള ഗെയിം. ഓ എങ്കിൽ ബുദ്ധിപരമായ ഭാഗ്യകളിയിൽ ജയിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ചലഞ്ച് ഗെയിം? പറഞ്ഞോളൂ നമ്മുടെ മൂന്നൂര് മേലെ എവൻ ജയിച്ച് കപ്പിത്താനാക്കരുത്. പിന്നെ ഇവിടെ ജയിച്ചത് നിങ്ങൾ രണ്ടും മൂന്നേരും ജയിച്ചെന്ന് പറയല്ലോ, തോറ്റത്തല്ലേ. അത്ര ഇതിക്കാനുള്ള ബുദ്ധിയൊക്കെ ആൾക്കാർക്കുണ്ട്. അതെ. അപ്പോ എന്റെ ചലഞ്ച് ഗെയിം ഇഷ്ടപ്പെട്ടോ? സൂപ്പർ അടിപൊളി. ഇല്ലേ? ഇല്ല. അപ്പൊ നിങ്ങൾ ഔട്ട്. അപ്പോ നമ്മളെ ഇന്നത്തെ ഫൺ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോ അടുത്ത ഒരു ഫൺ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.